ഇനി നമ്മൾ പറയുന്നത് ഇതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ളതാണ് മറ്റേണൽ ഇഫക്റ്റ് ജീൻ അല്ലെങ്കിൽ ആ മറ്റേണൽ ഇഫക്റ്റ് ജീൻ വഴി ഉണ്ടായേക്കുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ അതിന്റെ ജീനുകൾ അല്ലെങ്കിൽ അതിന്റെ mRNA എന്താണ് ഇതിനകത്ത് പ്രവേശിച്ചേക്കുന്നത് നമുക്ക് നോക്കാം. 2 of these proteins, bicoid and hunchback. ബൈക്കോയിഡ് ആൻഡ് ഹഞ്ച് ബാക്ക് മറക്കേ ചെയ്യരുത്. ഇപ്പൊ തന്നെ കുറിച്ച് വെച്ചോ. നിങ്ങൾ ആ അടുത്തിരിക്കുന്നിടത്ത് പേനയോ പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് എഴുതി വെക്കുക. ബൈക്കോയിഡ് ആൻഡ് ഹഞ്ച് ബാക്ക്. What is the function? Regulate the production of anterior structures. Anterior structure. ഏത് ഈ വരാൻ പോകുന്ന അഡൽട്ട് ഓർഗാനിസത്തിന്റെ ആന്റീരിയർ സ്ട്രക്ചർ ഏത് ഭാഗത്ത് ഡെവലപ്പ് ചെയ്യണമെന്ന് ഈ ബൈക്കോയിഡും ഹഞ്ച് ബാക്കും എന്ന് പറയുന്ന രണ്ട് പ്രോട്ടീൻ അത് അമ്മയുടെ ബോഡിയിൽ നിന്ന് പ്രവേശിക്കുന്നതാണ്. ഇവരിപ്പോ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എഗ്ഗിന്റെ ഏത് ഭാഗത്താണോ ഈ ബൈക്കോയിഡ് പോയിരുന്നത് അതായിരിക്കും ആന്റീരിയർ റീജിയൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പോസ്റ്റീരിയർ റീജിയനിൽ ഈ ബൈക്കോയിഡ് എവിടെ ഇരുന്നോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത രണ്ട് പ്രോട്ടീനുകൾ പോയിരിക്കാൻ പോകും. അതിനെ പറയുന്നത് നാനോസ് ആൻഡ് കോഡൽസ്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ആസ് ദ ബൈക്കോയിഡ് ആൻഡ് ഹഞ്ച് ബാക്ക്. മറക്കരുത്. ആന്റീരിയർ റീജിയൻ ഡിറ്റർമിൻ ചെയ്യാൻ വന്നതാണ് ബൈക്കോയിഡും ഹഞ്ച് ബാക്കും എങ്കിൽ പോസ്റ്റീരിയർ റീജിയൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ നാനോസ് ആൻഡ് കോഡൽസ്. It regulates the formation of the posterior part of the embryo. And the maternal regulated zygotic genes. പറഞ്ഞ എന്താണ്? maternal regulated zygotic gene. സൈഗോട്ടിനകത്തുള്ള ജീനാണ്, പക്ഷെ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? maternal ആണ്, അമ്മയുടെ അടുത്തുനിന്ന് വന്നേക്കുന്നതാണ്. That is expressed in certain broad, partially developed, overlapping domains. Genes, that type of genes are called gap gene. അപ്പൊ ഇവിടെ പറയുന്നത് അമ്മയുടെ ബോഡിയിൽ ഇപ്പൊ അമ്മയുടെ അടുത്ത് നിന്ന് നേരെ വന്ന സാധനമാണ് ബൈക്കോയിഡ്, ഹഞ്ച് ബാക്ക്, നാനോസും കോഡൽസും. നേരത്തെ നമ്മൾ പറഞ്ഞതാ മറ്റേണൽ ഇഫക്റ്റ്. അങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി നമ്മൾ വീണ്ടും വന്ന് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഇതിനെപ്പറ്റി പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. മറ്റേണലി റെഗുലേറ്റഡ് സൈഗോട്ടിക് ജീനാണ് അടുത്തത് പറഞ്ഞത്. ഗ്യാപ്പ് ജീൻ എന്ന് പറയുന്ന സൈഗോട്ടിന്റെ ജീനാണ്, പക്ഷെ ഇറ്റ് ഈസ് കൺട്രോൾഡ് ഓർ റെഗുലേറ്റഡ് ബൈ ദ മറ്റേണൽ ജീൻ അല്ലെങ്കിൽ മറ്റേണൽ പ്രോഡക്റ്റ്. അമ്മയുടെ ബോഡിയിൽ നിന്ന് വന്നേക്കുന്നതാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിപ്പോ പറഞ്ഞു നേരത്തെ 4 പ്രോട്ടീനുകളുടെ പേര് പറഞ്ഞു. അത് അമ്മയുടെ ബോഡിയിൽ നിന്ന് റെഡിമെയ്ഡ് കയറി വന്നേക്കുന്ന സാധനമാണ്. ഈ സാധനങ്ങളായിരിക്കും അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ ആയിരിക്കും ഈ പറഞ്ഞേക്കുന്ന ഗ്യാപ്പ് ജീൻ എന്ന് പറയുന്നതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ബിക്കോസ് മ്യൂട്ടേഷൻസ് ഇൻ ഇതിനെ ഗ്യാപ്പ് ജീൻ എന്ന് ഒരു പേര് ഇവിടെ പറയുന്നു. എന്തുകൊണ്ടാണ് ഗ്യാപ്പ് എന്ന് കേട്ടാൽ നമുക്കറിയാം അവിടെ ഒരു വിടവ് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഇഫ് ദിസ് ജീൻ ഈസ് ആബ്സെന്റ് ഓർ ഇനാക്റ്റീവ്, ഈ ജീൻ അവിടെ പ്രവർത്തിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എ ഗ്യാപ്പ് ഇൻ ദാറ്റ് പ്ലേസ്. അവിടെ ഒരു ഗ്യാപ്പായിട്ട് തന്നെ കിടക്കും. അപ്പൊ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ, ഒരു ജീനിന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ അതിന്റെ ഇനാക്ടിവേഷൻ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ടാണ് അതിന് ഗ്യാപ്പ് ജീൻ എന്ന് പറയുന്നത്. അതിന്റെ ആബ്സെൻസ് മാത്രമേ അതിന് ഗ്യാപ്പ് ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. Then they are among the first genes transcribed in the embryo. എംബ്രിയോയിൽ ആദ്യം ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ജീനാണ് ഗ്യാപ്പ് ജീൻ എന്ന് പറയുന്നത്. That is the first gene, the zygotic gene expressed in the zygote. സൈഗോട്ടിനകത്ത് ആദ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന, ഏറ്റവും ആദ്യം ഉണരുന്ന ജീനാണ് ഗ്യാപ്പ് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഗ്യാപ്പ് ജീന്റെ ജോലി? അടുത്ത ജീനുകളെ ഉണർത്തുക എന്നുള്ളതാണ്. ഈ ഗ്യാപ്പ് ജീൻ പോയി അടുത്ത ജീനിനെ ഉണർത്തും. ആ ജീനിന്റെ പേരാണ് പെയർ റൂൾ ജീൻ. അപ്പൊ ആദ്യം മറ്റേണൽ പ്രോട്ടീൻ തന്നെ ഉണ്ടായിരുന്നു, ബൈക്കോയിഡ്, ഹഞ്ച് ബാക്ക്, നാനോസ്, കോഡൽസ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം these maternal proteins stimulate the first zygotic gene that is called gap gene, and this gap gene controls another one zygotic gene, and that gene is called pair rule gene. And these pair rule genes are of 2 classes. രണ്ട് ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ 2 ക്ലാസ്സിലുണ്ട്. അതിനെ പ്രൈമറി പെയർ റൂൾ ജീൻ എന്നും സെക്കൻഡറി പെയർ റൂൾ ജീൻ എന്നും ഒക്കെ പറയാറുണ്ട്. ഇനി ഈ പ്രൈമറി അല്ലെങ്കിൽ ഈ പെയർ റൂൾ ജീൻ എന്ന് പറയുന്നതിന്റെ ജോലി എന്താണെന്ന് അറിയാമോ? ദിസ് ഡിവൈഡ് ദ എംബ്രിയോ ഇൻടു യൂണിറ്റ്സ്. മീൻസ് എന്താണ്? സെഗ്മെന്റഡ് ആയിട്ട് അല്ലെങ്കിൽ സെഗ്മെന്റേഷൻ ഉണ്ടാക്കുക എന്നുള്ള പണിയാണ് പെയർ റൂൾ ജീനിന് ഉള്ളത്.
ഈ പെയർ റൂൾ ജീൻ ആദ്യം ഇതിനെ 7ആയിട്ടും പിന്നെ അതിനെ 14ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ആന്റീരിയറിൽ നിന്ന് പോസ്റ്റീരിയറിലേക്ക് ഇതുപോലെ കുറുകെ കുറുകെ നേരത്തെ നമ്മൾ കണ്ട ഇതിനകത്ത് കാണാം ആ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് കാണുന്നില്ലേ? ഇങ്ങനെയാണ്. ഇത് ആന്റീരിയർ റീജിയൻ, ഇത് പോസ്റ്റീരിയർ റീജിയൻ നമുക്കറിയാം. അപ്പൊ ഇതിനെ ഇങ്ങനെയാണ് മുറിച്ചേക്കുന്നത്. കണ്ടോ? ഇത്തരത്തിലുള്ള ഒരു എന്താണ് ഡിവിഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ആരുടെ ജോലിയാണ്? ഈ സെഗ്മെന്റേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന ജോലിയാണ് പെയർ റൂൾ ജീൻ ചെയ്യുന്നത്. Transcription of different pair rule gene results in a striped pattern of 7 vertical bands perpendicular to the anterior posterior axis. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം പറഞ്ഞ സംഭവം തന്നെ. പെയർ റൂൾ ജീൻ അടുത്ത ഒരു ജീനിനെ ഇത് പോയി സ്റ്റിമുലേറ്റ് ചെയ്യും. അത് ആരെയാണ്? സെഗ്മെന്റ് പൊളാരിറ്റി ജീൻ എന്നാണ് അതിന്റെ പേര്. ദിസ് ഈസ് ഓൾസോ സൈഗോട്ടിക് ജീൻ ആൻഡ് ദിസ് ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ ദ പെയർ റൂൾ ജീൻ which is stimulated already by the gap gene and its mRNA protein products divide the embryo into 14 segments. ഈ segment polarity gene എന്ത് ചെയ്യും? ഇപ്പോൾ ഓൾറെഡി 7 സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെയർ റൂൾ ജീൻ ഈ ലാർവയുടെ ബോഡിയെ. അത് കഴിയുമ്പോൾ വരുന്ന സെഗ്മെന്റ് പൊളാരിറ്റി ജീൻ അത് ഈ 7നെ 14ആയിട്ട് മാറ്റും. വൈഡ് യൂണിറ്റ്സ് എസ്റ്റാബ്ലിഷിംഗ് ദ പീരിയോഡിസിറ്റി ഓഫ് ദ എംബ്രിയോ. അപ്പോൾ ഈ ഒരു എംബ്രിയോയെ മൊത്തം സെഗ്മെന്റ് ആയിട്ട് മുറിച്ചു വെച്ചേക്കുവാണ്. ഇതിനെ 7 എണ്ണമായിട്ട് പിന്നെ അതിനെ 14ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓരോ വൈഡ് യൂണിറ്റ്സ് ആണ്. ഇത് എസ്റ്റാബ്ലിഷിംഗ് ദ പീരിയോഡിസിറ്റി ഓഫ് ദ എംബ്രിയോ. എംബ്രിയോയുടെ ആ ഒരു പീരിയോഡിക് ആ ഒരു എന്താണ് ആ ഒരു ആന്റീരിയർ തൊട്ട് പോസ്റ്റീരിയർ വരെയുള്ള പൊസിഷനെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ തല മുതൽ വാല് വരെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ആ ഒരു പീരിയോഡിസിറ്റി ഇപ്പൊ സെറ്റായി കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ഗ്യാപ് ജീനും പെയർ റൂൾ ജീനും അതുപോലെ തന്നെ സെഗ്മെന്റ് പൊളാരിറ്റി ജീനും ഒക്കെ ഇപ്പൊ ഇവിടെ ഉണർന്നു കഴിഞ്ഞു. ദാറ്റ് ഇന്ററാക്ട് ടു റെഗുലേറ്റ് അതർ ക്ലാസ് ഓഫ് ജീൻ. വേറൊരു ക്ലാസ് ഇവരെല്ലാരും കൂടെ ഇപ്പൊ ഉണർന്നിരിക്കുകയാണ്. അപ്പൊ ഇവരുടെയൊക്കെ കൂട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനം, ഇന്ററാക്ഷൻ ഓഫ് ഓൾ ദീസ് ജീൻസ് ടുഗദർ ആൻഡ് എന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റ് അനദർ വൺ സെറ്റ് ഓഫ് ജീൻ, ഹോമിയോട്ടിക് സിലക്ടർ ജീൻ എന്ന് പറയും. അതൊരു വലിയ ക്ലാസ് ഓഫ് ജീനാണ്. അത് കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് പോകുന്ന ഒരു ജീനാണ്. ഈ സെറ്റുകളെ ഈ ക്ലാസ്സിനെ ഇവരെല്ലാരും കൂടെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പൊ ഹോമിയോട്ടിക് സിലക്ടർ ജീനാണ് പിന്നെ വന്നേക്കുന്ന ജീൻ. ആൻഡ് ദിസ് ഹോമിയോട്ടിക് സിലക്ടർ ജീൻസ് transcription determine the developmental fate of each segment. ഓരോ സെഗ്മെന്റിന്റെയും ഫെയ്റ്റ് എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സെഗ്മെന്റിലും എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ്, ഏതൊക്കെ ബോഡി പാർട്സ് ആണ് വരേണ്ടത്, അതിനെ ഓരോന്നിനെയും തീരുമാനിക്കുന്ന ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഹോമിയോട്ടിക് സെലക്ടർ ജീനാണ്. ഈ 4 classes of gene responsible for formation of segments. ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് ഈ 4 ക്ലാസസ്? മറ്റേണൽ ഇഫക്റ്റ് ജീൻ, ഗ്യാപ് ജീൻ, പെയർ റൂൾ ജീൻ, സെഗ്മെന്റേഷൻ, പൊളാരിറ്റി ജീൻ. നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു വന്ന കാര്യം തന്നെയാണ്. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അമ്മയുടെ ബോഡിയിൽ നിന്ന് വരുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞു. അവിടുന്ന് പ്രോട്ടീൻ ആയിട്ട് അല്ല കയറി വരുന്നത്. ഞാൻ ആദ്യമേ അത് പറഞ്ഞു, mRNA. അതിനെ ഒരു ഇനി അത് കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ഓൾറെഡി ഒരു കുക്ക്ഡ് ഫോമിൽ വന്നേക്കുക, ഭക്ഷിച്ചാൽ മതി. ആ ഒരു രീതിയിലാണ് ആരെ കയറ്റിവിട്ടേക്കുന്നത്? ഇതിന്. അപ്പൊ മറ്റേണൽ ഇഫക്റ്റ് ജീൻ എന്ന് പറയുന്ന ആ ജീൻ അമ്മയുടെ ബോഡിയിൽ നിന്ന് തന്നെ പ്രവേശിച്ചേക്കുന്നതാണ്. അവിടുന്ന് അത് വന്നതിന് ശേഷമുള്ള ഗ്യാപ്പ് ജീനും പെയർ റൂളും സെഗ്മെന്റ് പൊളാരിറ്റിയും എല്ലാ തരത്തിലുള്ള ആ ജീനുകളെല്ലാം എന്താണ്? അത് ഈ എംബ്രിയോയ്ക്കകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ സൈഗോട്ടിനകത്ത് തന്നെയുള്ള ജീനുകളാണ്. ആ പുതിയ ഇൻഡിവിജ്വലിനകത്ത് ഉണ്ടായിരിക്കേണ്ട ജീനാണ്. അതിന്റെ ഓരോ പാർട്സിനെയും ഡിറ്റർമിൻ ചെയ്യാൻ വന്നേക്കുന്ന ജീനാണ് ഈ പറഞ്ഞേക്കുന്ന ജീനുകൾ. അപ്പൊ ഇതിനെല്ലാത്തിനും അതേപോലെയുള്ള ഇമ്പോർട്ടൻസും ഉണ്ട്. ഫങ്ഷൻ ഇൻ എ ഹൈറാർക്കി that progressively subdivides the embryo into successively smaller units. പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെ. നോക്കിക്കേ, 3 ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ജീൻസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഗ്യാപ് ജീൻ ഉണ്ട്, പെയർ റൂൾ ഉണ്ട്, സെഗ്മെന്റ് പൊളാരിറ്റി ജീൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം
ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ ഗ്യാപ്പ് ജീൻ. ഇതിനകത്ത് ഇത്ര വേഗമായിട്ടുള്ള ഒരു സംഗതിയാണ് കൊടുത്തേക്കുന്നതെങ്കിലും നമുക്ക് അതിന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് ഓരോന്നിനകത്തും വ്യത്യാസങ്ങൾ കാണാം. ഗ്യാപ് ജീൻ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ചില സെഗ്മെന്റ് പോലെ നമുക്ക് തോന്നും, പക്ഷെ അത് ഒറിജിനൽ സെഗ്മെന്റ് അല്ല. അത് സെഗ്മെന്റ് ഒറിജിനൽ അല്ല എന്നുള്ളത് ഇവിടെയാണ് അതിന്റെ സെഗ്മെന്റേഷനും അതിന്റെ രൂപമൊക്കെ വളരെ വ്യത്യാസത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഗ്യാപ്പ് ജീൻ അതാത് പൊസിഷനുകളിൽ ഓരോന്നിനെ കൊണ്ടുവച്ചേക്കുന്ന എന്തുകൊണ്ടാണ്? അമ്മയുടെ ബോഡിയിൽ നിന്ന് ഓൾറെഡി ആന്റീരിയർ എന്നും പോസ്റ്റീരിയർ എന്നും ഉള്ള polarity form ചെയ്തു കഴിഞ്ഞു. That is because of the deposition of the protein, bicoid and hunchback at the anterior region and the nanos and caudals at the posterior region. ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ആന്റീരിയറും പോസ്റ്റീരിയറിലും ഇരിക്കുന്നവര് അതിന് എങ്ങനെയാണ് ആന്റീരിയറിനെ ആന്റീരിയർ ആയിട്ടും എങ്ങനെയാണ് പോസ്റ്റീരിയറിനെ പോസ്റ്റീരിയർ ആയിട്ടും നിലനിർത്താൻ പറ്റുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹഞ്ച് ബാക്ക് എന്ന് പറയുന്ന പ്രോട്ടീൻ അവിടെ മാത്രമല്ല, ആന്റീരിയറിൽ മാത്രമല്ല, അത് പോസ്റ്റീരിയറിലും ഉണ്ട്. പക്ഷെ അതിന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ ബൈക്കോയിഡ് എന്ന് പറയുന്നതും പുറകിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റീരിയറിലേക്ക് വരുന്നുണ്ട്. ബട്ട് ദേ നെവർ എക്സ്പ്രസ്ഡ് ഓൺ ദ posterior region. That is because of the action of the activity of the nanos and caudals. അവിടെ ഇരിക്കുന്ന ഭാഗത്ത് ഈ ബൈക്കോഡും ഹഞ്ച് ബാക്കിനും ചെന്ന് കൂടുതൽ ആക്റ്റീവ് ആകാനായിട്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ പോസ്റ്റീരിയർ റീജിയനെ അവിടെ പോയി അവർക്ക് പണിയാനായിട്ട് സാധിക്കത്തില്ല, അവരതിനെ സമ്മതിക്കത്തില്ല. അതേപോലെ തന്നെ ആന്റീരിയർ റീജിയനിൽ ഈ നാനോസോ അല്ലെങ്കിൽ കോഡൽസിനോ പോയി ആക്റ്റീവ് ആകാനായിട്ട് സാധിക്കത്തില്ല. കാരണം ദാറ്റ് ഈസ് പ്രിവെന്റഡ് ബൈ ദ ബൈക്കോയിഡ് ആൻഡ് ദ ഹഞ്ച് ബാക്ക്. അപ്പൊ ഒരു ഗ്രേഡിയന്റ് ഉണ്ട്. ഈ പ്രോട്ടീനെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു ഗ്രേഡിയന്റ് അനുസരിച്ചാണ് ഇതിനെ നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് ആന്റീരിയറിൽ എപ്പോഴും ഹെഡ് തന്നെ ഉണ്ടാകും, പോസ്റ്റീരിയറിൽ അതിന്റെ ടെയിൽ ഉണ്ടാകും. ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഈ പറഞ്ഞ thoracic-ഉം അതുപോലെ അബ്ഡോമിനൽ റീജിയനും തന്നെ ഉണ്ടാകും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഗ്രഡേഷൻ ഓഫ് ദീസ് പ്രോട്ടീൻസ്. സി, ഇവിടെ ഒരു ക്രൂപ്പൽ, ഈവൻ സ്കിപ്ഡ്, ഹെഡ്ജ് ഹോഗ് എന്ന് 3 സംഭവങ്ങൾ നിങ്ങൾ കേട്ട്. ഇതെന്താണെന്ന് അറിയാമോ? ഇതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങോട്ട് പറയാൻ വരുന്നുണ്ട്. ഇത് ജീനുകളുടെ പേരാണ്. എന്ന് പറഞ്ഞാൽ പ്രോട്ടീന്റെയും പേരാണ്. ഈ ഒരു ജീൻ ഉണ്ടാക്കുന്ന ജീനിന്റെ പേരും പ്രോട്ടീന്റെ പേരും ഒരുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി പറയാൻ പോവുകയാണ്. ഫസ്റ്റ് പറയുന്നത് മറ്റേണൽ ഇഫക്റ്റ് ജീൻ. എന്താണ് മറ്റേണൽ ഇഫക്റ്റ് ജീൻ? അപ്പോൾ പല എക്സ്പെരിമെന്റ്സും പല സയന്റിസ്റ്റുകളും നടത്തിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് അറ്റ്ലീസ്റ്റ് 2 ഓർഗനൈസിംഗ് സെന്റേഴ്സ് ഇൻ ഇൻസെക്ട്, 2 എണ്ണമെങ്കിലും ഓർഗനൈസിംഗ് സെന്റർ ഒരു ഇൻസെക്ട് എഗ്ഗിനകത്ത് ഉണ്ടാകും. എന്താണ്? ആന്റീരിയർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസിംഗ് സെന്റർ, പോസ്റ്റീരിയർ എന്ന് പറയുന്ന വേറൊരു ഓർഗനൈസിംഗ് സെന്റർ. അപ്പൊ ആന്റീരിയറും പോസ്റ്റീരിയറും, പിന്നെന്താ വരാനുള്ളത്? അതിന്റെ മിഡിലുണ്ട്, അതങ്ങനെ ആയിക്കോട്ടെ, പിന്നെ ടിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഓർഗനൈസിംഗ് സെന്റേഴ്സ് ഉണ്ട്. ആന്റീരിയർ, പോസ്റ്റീരിയർ, ആന്റീരിയർ എന്നും പോസ്റ്റീരിയർ, 1 സെറ്റ് ഓഫ് ജീൻസ് ഫോർ ആന്റീരിയർ പാർട്ട് ഓഫ് ദ എംബ്രിയോ. അങ്ങനെയാണെങ്കിൽ another set of gene that is formed for the formation of posterior region. ഇനി തേർഡ് സെറ്റ് ഓഫ് ജീൻ വേറൊരു സെന്റർ ഉണ്ട്. അതിന്റെ ജോലി എന്താണെന്ന് അറിയാവോ? ടെർമിനൽ റീജിയൻസ് ഓഫ് ദ എംബ്രിയോ. ആന്റീരിയർ എന്നും പോസ്റ്റീരിയർ എന്നും പറയുന്നത് മുന്നിലും പിന്നിലും എന്നാകാം. പക്ഷേ അതിന് അർത്ഥം ഈ 2 എക്സ്ട്രീം ടിപ്പുകളെന്നില്ല. ആ ടിപ്പുകളെ നിർണയിക്കാൻ വേണ്ടിയിട്ട് തേർഡ് സെറ്റ് ഓഫ് ജീൻസ് വിൽ അറൈവ്. ഇവിടെ മൂന്നാമതൊരു സെറ്റ് ജീൻ ഉണ്ട്. അതാണ് ടിപ്പുകളെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതാണ് ഈ തേർഡ് സെറ്റിൽ പറഞ്ഞേക്കുന്നത്. മറ്റേത് ആന്റീരിയർ എന്നും പോസ്റ്റീരിയർ എന്നും 2 സെറ്റ് ജീൻ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും എക്സ്ട്രീം ടിപ്പുകളെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേർഡ് സെറ്റ് ജീൻസ് വരുന്നത്. Anterior posterior axis appears before the nuclear function started. ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? അതിനു മുന്നേ തന്നെ ആന്റീരിയർ എന്നും പോസ്റ്റീരിയർ എന്നും പറയുന്ന ആക്സിസുകൾ അപ്പിയർ ചെയ്തു കഴിഞ്ഞു. നഴ്സ് സെൽസ് ഓഫ് ദ ഓവറി ഡെപ്പോസിറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. എവിടെയാണ്? അറ്റ് ദ ടൈം ഓഫ് oogenesis. Nurse cells of the ovary deposit
mRNA in the developing oocyte in different regions. ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും, ആ നേഴ്സ് സെൽസ് ആണ് ഓവറിയിൽ mRNA ചേർത്ത് കൊടുത്തു അല്ലെങ്കിൽ mRNA കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എഗ്. 4 critical mRNAs for the determination of anterior posterior axis. ഇത് നമ്മൾ പറഞ്ഞ കാര്യം. ബൈക്കോയിഡ് ആൻഡ് ഹഞ്ച്-ബാക്ക് mRNA എവിടെയാണ്? That is for anterior region ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? It is for the formation of head and thorax. So the bicoid and hunchback, these mRNAs are placed on a particular region that will be the anterior region of the embryo or anterior region of the adult. അതായിട്ട് മാറും തീർച്ചയായിട്ടും. Then the nanos and caudals, that are two different types of mRNA. It is also derived from the mother's body, and this is for the abdominal segmentation, or this will be the cause of the formation of abdominal segments. അത് അമ്മയുടെ അല്ല ഈ കുഞ്ഞിന്റെ ബോഡിയിലുള്ള അബ്ഡോമിനൽ സെഗ്മെന്റ് ആയിട്ട് മാറാനായിട്ട് സഹായിക്കും. ബൈക്കോയിഡ് mRNAs എവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആന്റീരിയർ പൊസിഷനിലാണ്. എന്തിന്റെ? അൺഫെർട്ടിലൈസ്ഡ് എഗ്. നമ്മൾ ആദ്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ അതാണ്. ഒരു എഗ് ഉണ്ടാകുന്ന സമയത്ത് അത് ഫെർട്ടിലൈസ്ഡ് ആണോ? അല്ല. ഒരു സ്പേം വന്ന് അതിന്റെ പ്രൈമോഡിയൽ ന്യൂക്ലിയസിനെ പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഫെർട്ടിലൈസേഷൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ യൂണിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. യൂണിയൻ ഓഫ് ദ എഗ് ആൻഡ് sperm nucleus, അതിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ അതിന്റെ ഫ്യൂഷൻ ആണ്. അതാണ് ഫെർട്ടിലൈസേഷൻ. At that moment the fertilization will happen. നമ്മൾ സാധാരണ പറയാറുള്ളത് the fertilization means the union of egg and sperm എന്ന് നമ്മൾ പറയും. പക്ഷേ ആക്ച്വൽ ആയിട്ട് എപ്പോഴാണ് ഈ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത്? ഇത് ഈ ന്യൂക്ലിയസ്, ഈ സ്പേം ന്യൂക്ലിയസ് എഗ് ന്യൂക്ലിയസിനകത്ത് കയറി എന്ന് പറഞ്ഞത് ഫെർട്ടിലൈസേഷൻ അല്ല. ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾ 3rd DCയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ന്യൂക്ലിയസ് ഓടി വന്നതിന് ശേഷം അകത്തേക്ക് കയറുന്ന ഒരു വഴിയുണ്ട്. അതിനകത്ത് ഓടി വന്ന് കയറി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അതിന്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യും. എന്തിനാണ്? അതൊരു ഫെർട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അപ്പോൾ അത് ഈ എഗ്ഗിനകത്തുള്ള ന്യൂക്ലിയസിനെ ലക്ഷ്യമാക്കി അത് മൂവ് ചെയ്ത് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത് ഫെർട്ടിലൈസ് ചെയ്യും. ദാറ്റ് ഈസ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ. ആക്ച്വലി ദാറ്റ് ഈസ് ദ ഫെർട്ടിലൈസേഷൻ. യൂണിയൻ ഓഫ് ദ ഏതാണ്? ഈ എഗ്ഗിന്റെയും സ്പേമിന്റെയും ന്യൂക്ലിയസുകള്, പ്രോന്യൂക്ലിയസുകൾ തമ്മിലുള്ള യൂണിയനെയാണ് എന്തു പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. After the fertilization, this diploid nucleus that move towards വേറൊരു വഴിയിലേക്ക് പോകും. അതിനെ ക്ലീവേജ് നടക്കാൻ വേണ്ടിയിട്ട് ഈ എഗ്ഗിനകത്ത് എവിടെയാണോ ഈ ന്യൂക്ലിയസ് ഇരിക്കേണ്ടത് അതിനൊരു പ്രത്യേക പൊസിഷൻ ഉണ്ട്. ആ വഴിയിലേക്ക് ആര് മൂവ് ചെയ്യും? ഈ ഫെർട്ടിലൈസ്ഡ് ന്യൂക്ലിയസ് മൂവ് ചെയ്യും. അങ്ങനെ 3 തരത്തിലുള്ള മൂവ്മെന്റ് നിങ്ങൾ 30s പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്? ആന്റീരിയർ പോർഷൻ എന്ന് പറയുന്നത് അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിനകത്ത് തന്നെ ഡിറ്റർമിൻ ചെയ്തു. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡെപ്പോസിഷൻ ഓഫ് ദ മദേഴ്സ് mRNA, ദാറ്റ് ഈസ് കോൾഡ് ബൈക്കോയിഡ് mRNA. അടുത്ത പറഞ്ഞ എന്താ പറയുന്നത്? റിലേറ്റഡ് ടു ദ ആന്റീരിയർ മൈക്രോട്യൂബ്യൂൾസ്. അതാണ് ബൈക്കോയിഡ്. അടുത്തൊന്ന് പറയുന്നത് നാനോസ് എന്ന് പറയുന്ന അടുത്ത mRNA. ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ട് ടു ദ സൈറ്റോസ്കെലിറ്റൻ. എവിടെ പോകും? പോസ്റ്റ് ടു ദ അൺഫെർട്ടിലൈസ്ഡ് എഗ്. എവിടെ പോകുന്ന? പോസ്റ്റീരിയർ ടു ദ അൺഫെർട്ടിലൈസ്ഡ് എഗിന്റെ അവിടെ പോകും. അപ്പൊ ഈ നാനോസ് എന്ന് പറയുന്നത് സൈറ്റോസ്കെലിറ്റനുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവര് നേരെ പോകുന്നത് പോസ്റ്റീരിയർ റീജിയനിലേക്ക് പോകും. അൺഫെർട്ടിലൈസ്ഡ് എഗ് അല്ലെങ്കിൽ ഇപ്പൊ എഗ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എവിടെയാണോ പോയിരിക്കുന്നത് അതായിരിക്കും അതിന്റെ പോസ്റ്റീരിയർ റീജിയൻ എന്ന് പറയുന്നത്. Then hunchback and caudal, അത് രണ്ടും വേറെ 2 തരത്തിലുള്ള mRNAs ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ oocyte. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ബൈക്കോയിഡും ഹഞ്ച്-ബാക്കും എന്ന് പറഞ്ഞു. അതുപോലെ കാഡൽ എന്നും നാനോസ് എന്നും പറഞ്ഞു. ബൈക്കോയിഡും ഹഞ്ച്-ബാക്കും ആന്റീരിയർ ആണെന്ന് പറഞ്ഞു. നാനോസും കോഡൽസും പോസ്റ്റീരിയർ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറയുന്നു ഹഞ്ച്-ബാക്ക് ആൻഡ് കോഡൽ ഡിസ്ട്രിബ്യൂട്ട് ത്രൂ ഔട്ട് ദ oocyte എന്ന് പറഞ്ഞു.
അപ്പൊ എന്ത് നമ്മൾ മനസ്സിലാക്കണം? ഹഞ്ച് ബാക്കും കോഡലും ഇത് ഈ അൺഫെർട്ടിലൈസ്ഡ് എഗിനകത്ത് ത്രൂ ഔട്ട് ഉണ്ട്. ആന്റീരിയർ, ഇപ്പൊ നമ്മൾ ബൈക്കോയിഡ് പോയിരുന്ന ഒരു സ്ഥലം ആന്റീരിയർ ആയിട്ടും അതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്തിലായിരിക്കും ഒരു നോർമൽ അൺഫെർട്ടിലൈസ്ഡ് എഗിനകത്ത് നാനോസ് പോയി ഇരിക്കുന്നത്. അവിടെ പോയത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറി? അത് പോസ്റ്റീരിയർ റീജിയനുമായിട്ട് മാറി. അതേസമയം ഈ ഹഞ്ച് ബാക്ക് എന്നും കോഡൽ എന്നും പറയുന്ന രണ്ട് തരത്തിലുള്ള പ്രോട്ടീനുകൾ വീണ്ടും അല്ലെങ്കിൽ mRNAs ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. ആൻഡ് ദീസ് ടു mRNAs എവിടെയായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ദറ്റ് ഈസ് ലൊക്കേറ്റഡ് ത്രൂ ഔട്ട് ദ oocyte, distributed throughout the oocyte from the bicoid to the nanos. രണ്ടും അറ്റത്ത് വരെ ഇവർ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനൊരു ഗ്രേഡിയന്റ് ഉണ്ട്. ഇതിന് എവിടെയാണ് ഇതിന് പ്രവർത്തിക്കേണ്ടതുണ്ട്? ഈ കോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം വാലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഒരിക്കലും ആന്റീരിയർ റീജിയനിൽ ഒരു നോർമൽ ഒരു 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 എഗ് ആണെങ്കിൽ അതിനകത്ത് ഒരിക്കലും ആന്റീരിയർ റീജിയനിൽ അതിന് ആക്ടിവേറ്റ് ആകാൻ സാധിക്കത്തില്ല. അതേസമയം ഹഞ്ച് ബാക്ക് എന്ന് പറയുന്നതിന് പോസ്റ്റീരിയറിലും വന്ന് ഒരുപാട് കൂടുതൽ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് അതിന്റെ ഗ്രഡേഷൻ എന്ന് പറയുന്നത്, അതിന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഹഞ്ച് ബാക്ക് മൊത്ത സ്ഥലത്തും ഉണ്ട്, കോഡലും മൊത്ത സ്ഥലത്തും ഉണ്ട്. പക്ഷേ ദിസ് ഹഞ്ച് ബാക്ക് ഈസ് ഓൺലി more active at the anterior side because of the position of the bicoid. So these two can interact together and then only that can make the anterior region. Like that the caudal that is more situated at the posterior region and along with the nanos it decide the formation of the tail region. ഇതാണ് ഈ പറഞ്ഞേക്കുന്ന ബൈക്കോയിഡും ഹഞ്ച് ബാക്കും അതുപോലെ നാനോസും കോഡൽസുമായിട്ടുള്ള ഒരു രീതി.